പേടിയൊന്നും തോന്നുന്നു കേൾക്കുന്നില്ല അങ്ങോട്ട്. അപ്പം ഇത് കണ്ണൂര് നടന്നിട്ടുള്ള ഒരു വേടന്റെ റാപ്പ് സോങ്ങിനുള്ള വേടം വരുന്നതിന് മുമ്പ് കേട്ടിട്ടുള്ള കലാകാരനാണ് MC കൂപ്പർ. നമുക്കറിയാം വേടനെ പോലെ തന്നെ പേര് കേട്ടൊരു കലാകാരൻ തന്നെയാണ് MC കൂപ്പർ. വേടൻ പെട്ടെന്നൊരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് MC കൂപ്പർ. അദ്ദേഹത്തിന്റെ ഇതേ മേഖലയിൽ തന്നെ വേറൊരു രീതിയിൽ ഫെമിലിയർ ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ വേടൻ വരാൻ വേണ്ടി 2-3 മണിക്കൂറും വെയിറ്റ് ചെയ്ത് ക്ഷമ നശിച്ചിട്ടാണ് ആളുകൾ ഇമാതിരി കാട്ടിക്കൂട്ടുന്നത്. പക്ഷെ ഇതൊരു കലാകാരനോട് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനോട്, സ്റ്റേജ് ആർട്ടിസ്റ്റിനോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വൃത്തികെട്ട വലിയൊരു ക്രൂരതയാണ്. കാരണം അദ്ദേഹം പരമാവധി പിടിച്ചു നിൽക്കുന്നുണ്ട്. ഈ MC കൂപ്പർ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു മനോധൈര്യം കൊണ്ട് പരമാവധി പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ട്രീറ്റ് നോക്കുക. ഇവരെ വിളിച്ച പ്രോഗ്രാമിന് വേടൻ വരാത്തത് ഇദ്ദേഹത്തിന് കുറ്റമല്ല. സംഭവം ടിക്കറ്റ് എടുത്ത് വേടനെ കാണാൻ വേണ്ടി വരുന്ന ആളുകൾ ടിക്കറ്റ് എടുത്ത് കുറച്ച് 1 മണിക്കൂർ, അരമണിക്കൂർ, 3/4 മണിക്കൂർ, 2 മണിക്കൂർ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ജനത്തിന് ദേഷ്യം വരും. അവരവരുടെ ദേഷ്യം പ്രകടിപ്പിക്കും. പക്ഷെ അങ്ങനെ പ്രകടിപ്പിക്കുന്നത് ഈ വരുന്ന കലാകാരൻ്റെ അടുത്ത് ആയതിൽ അത് തെണ്ടിത്തരെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു കലാകാരനെ വിളിച്ചു വരുത്തി ഇങ്ങനെയുള്ള അനാവശ്യം വർത്തമാനം പറയണതൊക്കെ അവന് ചെപ്പയടച്ച് കൊടുക്കാത്തതിന്റെ ഒരു കഴപ്പാണ്, അത്രേ പറയാൻ പറ്റുള്ളൂ. അവര് വേടം വരാത്തത് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ഈ പുള്ളിക്കാരൻ പറയുന്ന ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം. വരാൻ വേണ്ടിട്ട് അവിടെ മുട്ടി നിൽക്കണയാണെന്ന് വിചാരിക്കരുത്. അവന് വരണം പാടണമെന്നുണ്ട്. അവന്റെ സമയമാകുമ്പോ വരും. അതിനു മുമ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. ഇത് നിങ്ങൾ ഏത് ആർട്ടിസ്റ്റിനെയും ഇത്രയും മാനിക്കത്തും പറയുന്നുണ്ട്. വേടം വരാത്തത് ഇദ്ദേഹത്തിന് കുഴപ്പമില്ല. അവൻ ഒരു അരമണിക്കൂർ, ചിലപ്പോൾ 1 മണിക്കൂർ അദ്ദേഹം വരികയായിരിക്കും. കാരണം വേടൻ തിരക്ക് നമുക്കറിയാം. എത്രത്തോളം തിരക്കുള്ള സ്റ്റേജ് ടു സ്റ്റേജ് പോയിക്കൊണ്ടിരിക്കുന്ന കലാകാരനാണ് ഇപ്പൊ വേടൻ. അദ്ദേഹത്തിന് നിരവധി പ്രോഗ്രാംസ് കിട്ടുന്ന, അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിന് വരുന്ന ക്രൗഡ് പുള്ളിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കലാകാരനെ കിട്ടാത്ത ഒരു ജനത്തിരക്കാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ ഫാൻസ് ഉണ്ടാവും. പക്ഷെ ഇദ്ദേഹത്തിന്റെ പാട്ടിന് വിമർശിക്കാനൊക്കെ എനിക്ക് തോന്നുന്നത് ഇത് ഗാനമേള പ്രതീക്ഷ വന്നിട്ടുള്ള ആളുകളാണ് ഈ MC കൂപ്പറിന്റെ പരിപാടിക്കൊക്കെ തെറി പറയണത്. കാരണം MC കൂപ്പറിന്റെ പരിപാടി അല്ലെങ്കിൽ റാപ്പ് സോങ് എന്ന് വരുന്ന ആളുകൾ ദാസേട്ടന്റെ അല്ലെങ്കിൽ MG ശ്രീകുമാരുടെ, വിനീത് ശ്രീനിവാസന്റെ പാട്ടൊന്നും ആസ്വദിക്കാന്നുള്ള പ്രതീക്ഷയിൽ വരരുത്. റാപ്പ് സോങ് റാപ്പ് സോങ് അത് അതിന്റെ വേറൊരു കണ്ടന്റ് ആണ്. റാപ്പ് സോങ് എന്ന് പറയുന്നത് വേറൊരു വെറൈറ്റി ആയിട്ടുള്ള മ്യൂസിക് ആയിട്ടുള്ള ഒരു തീമാണ്. അത് മനസ്സിലാക്കാതെ വെറുതെ സാധാരണ ഗാനമേളയ്ക്ക് വരുന്ന പോലെ ഇങ്ങനെയുള്ള കലാകാരന്മാരെ തെറി പറയാന്ന് പറഞ്ഞ് കണ്ണൂരുകളിൽ നല്ല ആളുകളുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ആളുകളാണ് ആ നാടിന്റെ ശാപം എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ചൊരു കലാകാരനെ അപമാനിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നേരിടുന്ന ഇത് കാണുമ്പോഴുള്ള മാനസികാവസ്ഥ ആലോചിച്ച് നോക്കുക. കാരണം വേടനെ പോലെ തന്നെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ഈ MC കൂപ്പർ എന്ന് പറയുന്ന വ്യക്തി. ഇത് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വേടനെ വെയിറ്റ് ചെയ്തിട്ട് 2-3 മണിക്കൂർ നിന്ന ആളുകൾ അവർക്ക് സ്വാഭാവികമായിട്ടും ക്ഷമ നശിച്ചിട്ടുണ്ടാവും. അവര് ഇങ്ങനെയുള്ള ഈ കലാകാരന്റെ നെഞ്ചത്തോട്ട് കയറി. പക്ഷെ വേറെ കാര്യം, വേടം വന്നിട്ട് അരമണിക്കൂർ പോലും നിന്നില്ല എന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്. അരമണിക്കൂർ, 3/4 മണിക്കൂർ പോലും നിന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നിട്ട് അത് അദ്ദേഹത്തിന്റെ തിരക്കാണ്. അദ്ദേഹം ചിലപ്പോൾ എഗ്രിമെന്റിൽ ഉണ്ടാവാം, അതിന് നമുക്കറിയുന്ന കാര്യമല്ല. പക്ഷെ വേടം വന്നില്ല, അല്ലെങ്കിൽ അവരെ പ്രതീക്ഷിച്ച കലാകാരൻ വന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിലവിലുള്ള കലാകാരന്മാർക്കിട്ട് അവരുടെ നെഞ്ചത്തോട്ട് കയറുന്നത് തെണ്ടിത്തരെന്ന് പറയാൻ പറ്റുള്ളൂ.